288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിലെ 188 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ വ്യക്തമായ ആധിപത്യം BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം പുലർത്തുകയാണ്. അതായത് 147 മണ്ഡലങ്ങളിലാണ് മഹായുതി സഖ്യം ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് BJP ഇതിൽ തന്നെ 147 BJPക്കാണ് 77 സീറ്റിൽ ലീഡുള്ളത്. സഖ്യകക്ഷിയായി ശിവസേനയ്ക്ക് 38 സീറ്റിൽ ലീഡുണ്ട്. അജിത് പവാർ പക്ഷത്തിന് NCPക്ക് 30 സീറ്റുകളിൽ ലീഡുണ്ട്. മറുവശത്തേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് മഹാവികാസ് അഗാഡിയിൽ ലീഡ് ചെയ്യുന്നത്. 15 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ NCP ശരത് പവാർ പക്ഷം 10 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഉദ്ധവ് താക്കറെ ശിവസേന 8 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മറ്റുള്ളവർ 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ച് 1.5 മണിക്കൂർ മാത്രമേ പിന്നിട്ടുള്ളൂ. ഇനിയും റൗണ്ടുകൾ എണ്ണിത്തരാനുണ്ട്. മാത്രവുമല്ല, അതുകൊണ്ട് ഇത് ആദ്യ ഫലസൂചനകൾ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. 100 സീറ്റുകളിലെ ഫലസൂചനകൾ ഇനിയും വരാനിരിക്കുന്നു. പക്ഷേ ഈ ആദ്യ മണിക്കൂറുകൾ ഏതായാലും NDA സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. അവർ 189 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 147 മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷവുമായി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നല്ല സാഹചര്യം. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. അതിൽ തന്നെ നേരിയ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിനാണുള്ളത്. അവിടെ ഇന്ത്യ സഖ്യം ഏതാണ്ട് 20 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ 18 സീറ്റുകളിലാണ് NDA സഖ്യം ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൾ, പാർട്ടികൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് 7 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. JMM 9 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. RJD 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. CPIML 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. NDA സഖ്യത്തിലേക്ക് വരുമ്പോൾ BJP 18 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. AJSU 1 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.